അവനെ നമ്മള് ക്യാരക്ടർ എന്ത് ചെയ്യാൻ പോണേ? എടാ വന്നാ പോയി ആ ചേച്ചിയുടെ അടുത്ത് വെച്ചിട്ട് ലോണാ വല്ല അവിടെ കുനിഞ്ഞു തുടങ്ങി എങ്ങനെയാണ് കാശ് വാങ്ങിട്ട് പോച്ചല്ലേ. ഈ ശരീരം ഞങ്ങൾ ഇവിടെ ബെറി ചെയ്യാണ്. ഞാൻ എന്റെ ക്യാരക്ടറോടെ എൻഡ് ചെയ്യാണ്. മെല്ലെ വണ്ടി നിറങ്ങിക്കോ. എന്ത് കൈപൊക്കി അവിടെ നില്ലേ? വണ്ടി നിറങ്ങി കൈപൊക്കി അവിടെ നില്ലേ? ഇറങ്ങാൻ പറ്റുന്നില്ലല്ലോ. എടാ ഒന്ന് ഇറക്കടാ. അവനൊന്ന് ഇറക്കിയ വലിച്ചിറക്കി. നീ ആരെടുത്ത് ഇറക്കണേ? നമ്മള് തമ്മിൽ എന്തെന്ന് ഇപ്പൊ പറഞ്ഞാലും ഇവിടെ 70 കോടി ഇവിടെ വെച്ചിട്ട് നീ സംസാരിച്ചാൽ മതി. 75. കൊല്ലയാടി മോനെ, നിനക്ക് ഓർമ്മണ്ടല്ലടാ നിനക്ക് പട്ടി. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ പറയട്ടെ. ഞാൻ അന്നേ പറഞ്ഞ് സ്വാമീന്റെ ഇതിന് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത്. പക്ഷെ വേറെ സംഭവം വെച്ചാൽ അതിന് ശേഷം അലീന വെച്ച് എന്നെ കാണാൻ പറ്റാ. ഇപ്പൊ സിറ്റിയില് സ്റ്റീൽ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്. നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ നിന്നെ അടിമുടി പരിശോധിച്ച് എത്ര രൂപ നിന്നെ എടുക്കാം. ഞാനത് ചെയ്യും. അടാ എന്റെ കയ്യിൽ 1 കോടി ഉറുപ്പിന്റെ മേളുണ്ടെങ്കിൽ എന്റെ അവസാനം നിന്റെ ബാങ്ക് അക്കൗണ്ട് എടുക്കട്ടെ ഞാൻ. എടുത്തോ. അപ്പൊ നീ അപ്പൊ നീ ആ 70 കോടി തിന്നാ? ഇല്ല, ഞാൻ അലീനച്ചിനെയും കൊടുത്ത്. അലീനച്ചക്ക് മറ്റവന്റെ മുഖത്തേക്ക് എറിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. ആരെ മുഖത്ത് എറിഞ്ഞു കൊടുക്കണം പറഞ്ഞു? ആ സ്ലാഷ് ഡെലുലുന്റെ. നീ എന്റെ അടുത്ത് ചോദിച്ചാടാ? പ്രശ്നായി. നീ ഒരു വാക്ക് എന്നോട് ചോദിച്ചോ? ഒരു വാക്ക് ഞാൻ ഇടിച്ച് ഓര് പറഞ്ഞു ഓർക്ക് അത് ഹർട്ടായി. അങ്ങനത്തെ പൈസ അമ്മക്ക് വേണ്ടടാ പറഞ്ഞിട്ട് അത് കൊടുത്ത്. ആ ഡൽഹിയിൽ സിറ്റിയിലുണ്ടാ? ഇല്ല, ഓന് പരോളിന് പോയി. നിങ്ങക്ക് പൈസ കിട്ടുന്ന വേറെ സാധനം ഉണ്ട്. നിങ്ങളാ പ്രൊഡക്ഷന് അത് അറിഞ്ഞായിരുന്നു. 10 കോടി ഉറുപ്പ. ഞാൻ പേട്ടാ അലീന എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞായിരുന്നു. അലീന അങ്ങനെ ഒരു കാശ് അലീന വാങ്ങിയിട്ടില്ലെന്നാണ് അലീന എന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞ. ഇത് നീ അന്ന് പറഞ്ഞപ്പോ നീ അന്ന് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അന്ന് നീ പറഞ്ഞപ്പോ ഞാൻ എന്റെ അടുത്ത് ചോദിച്ചു. അല്ല ഞാൻ ചോദിച്ചു അതിന് ശേഷം ഇല്ല, വാങ്ങിയിട്ടില്ല. അവള് വാങ്ങിയിട്ടില്ല. ഞാനും ഓറു ദേവൂട്ടിയൊക്കെ മറ്റേ ഈന് പോയി. നമ്മളെ കോയി കഫേയില് പോയപ്പോ ആർക്ക് ബ്ലോഗിങ്ങിന്റെ പരിപാടിക്ക് പോയതാണ്. അപ്പൊ ആടുന്ന് ഇതിനെ പറ്റി പറഞ്ഞപ്പോ ആ പൈസ നീ കൊടുത്തു. ഞാൻ പറഞ്ഞില്ല, നിങ്ങളെ പേര് പറഞ്ഞ് മുങ്ങിയെന്ന് പറഞ്ഞേ. എടാ ആ പൈസ നമുക്ക് വേണ്ട, ആ ചെറുക്കുന്ന പൈസ അലീന സിറ്റിയിലുണ്ട്. ഞാൻ അലീനെ വിളിച്ചു ചോദിക്കാം. വിളിച്ചോ. കള്ളനടാ പണ്ടത്തെ പോലെ. ഇത് എന്തിനടാ ഈ ആർപ്പിക്കോടെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് മാറ്റണം? ഈ സ്റ്റീലൊക്കെ വേണമായിരുന്നടാ. നമുക്ക് 50 കോടിക്ക് മുകളിൽ എടുക്കാൻ പറ്റില്ല. പിന്നെ എന്താ സ്റ്റീലൊക്കെ വെച്ചത്? അലീന പറഞ്ഞ് നിന്റെ കയ്യിൽ നിന്ന് ഒരു കാശ് വാങ്ങിയിട്ടില്ല, ഒരു തേങ്ങയും വാങ്ങിയിട്ടില്ല. ആ കള്ള പട്ടി പറഞ്ഞ വിശ്വസിക്കല്ലേ? ഇങ്ങനെ തന്നെയാണ് പറഞ്ഞ. ആ പട്ടി പറഞ്ഞ വിശ്വസിക്കല്ലേ? ഇല്ലടാ വിശ്വാസമല്ലേ എനിക്ക്. നിന്നെ ഒട്ടും വിശ്വാസമല്ലേ? അവളെ വിശ്വാസമാണ്. കൊടുത്തിന് സത്യം എന്റെ മുന്നിൽ പറയാൻ പറ. ഞാൻ കൊടുത്തിന് ഓർക്ക്. ഞാൻ അങ്ങനെ പറ്റിക്കൂരങ്ങളാ. മനസ്സിലാ? ഇവനെ വലിച്ചു വണ്ടി കേട്ടോ. ഇറങ്ങി നാരദാട്ട ഇനിയില്ല. ഇനി ഇറങ്ങ. വണ്ടി എടുത്ത് പോടാ. വണ്ടി എടുത്ത് വാ. നടന്നു വാ. ഞാൻ വണ്ടി ഓഫ് ചെയ്തിട്ട് പറഞ്ഞേ. അവനെ വണ്ടി കയറാൻ വിടല്ലേ? ഹലോ ഇറങ്ങടാ പാട്ടി. അവിടെ നില്ലേ. ഞാൻ ഒന്നുകൂടി ചോദിക്കാം. 70 കോടി ഇപ്പൊ എണ്ണി വെക്കാൻ ഇപ്പൊ പറ്റുവോ ഇല്ലയോ നിന്നെ കൊണ്ട്? ഇല്ല, അലീനച്ചിനെ കൊടുത്ത്. നിന്റെ ജീവനാണ് നിന്റെ ഏറ്റവും അൾട്ടിമേറ്റ്. അതായത് ഒരു സിറ്റിയിലെ ഒരു മനുഷ്യ ജീവൻ, അതായത് നിന്റെ ജീവനാണ് നിനക്ക് വില. നിനക്ക് കള്ളം പറയാം, പക്ഷെ നിനക്ക് അധികം കള്ളം. കാരണം നിന്നെ ഞാൻ കൊല്ലും. നിന്നെന്താ ഞാൻ കൊല്ലും. എന്റെ വാസുവാണ് സത്യം. നിന്നെ ഞാൻ കൊല്ലും. എന്റെ ബോസായിട്ടാണ് സത്യം. എന്റെ പൈസ ഞാൻ പറയാൻ പോലെ പറയാം.
നാരദനാവുന്ന ഞാൻ നാരദനാവുന്ന ഞാൻ ഈ എക്സ്ലാൻഡിസ് വിട്ട് ഈ അസലാൻഡിസ് പെട്ട് എന്നേക്കുമായി എന്നേക്കായി എന്റെ ജീവനോട് വിട പറയുകയാണ്. അതായത് ബോസാട്ടനോട് എന്റെ ജീവൻ എന്ന് പറഞ്ഞ നിങ്ങൾ പറടാ പറടാ. എന്റെ ജീവനായ ബോസാട്ടനെ ജീവനായ ബോസ്കല്ല, എന്റെ ജീവനോട് ഞാൻ വിട പറയുകയാണ്. ഞാൻ കൊല്ലൂടാ നാരദ, നിന്നെ കൊല്ലൂന്ന് പറഞ്ഞാ കൊല്ലൂടാ നാരദ. പറ കൊല്ലടാ നാരദ, നിന്നെ കൊല്ലടാന്ന് പറഞ്ഞ കൊല്ലടാ നിന്നെ. പറ ഒന്നേ നാരദനാവുന്ന ഞാൻ ഈ എക്സ്ലാൻഡ് സിറ്റി വിട്ട് ഈ അസലാൻഡിസ് വിട്ട് എന്നേക്കുമായി നമുക്ക് എരിയോ ട്രിപ്പ് പോകാട്ടോ. അങ്ങനെയാണെങ്കിൽ എന്നേക്കുമായി എന്നേക്കായിട്ട് പോവുകയാണ്. പോവാന്ന് പോവുകയാണെന്ന് അങ്ങനെ ആരും പറയുന്നത് പോന്ന്. ഇനി അണി ഏണിയല്ല, ഇനി ആ ഈ രൂപത്തിലോ ഈ എന്ന് പറയുമ്പോ ആണ് ഈ എന്നെ ഇനി രണ്ടക്ഷര ഭയങ്കര ഇനി ആട്ടെ ഇവൻ കത്തി ആട്ടെ ഇനി ഈ രൂപത്തിലോ സാദൃശ്യത്തിലോ ഇങ്ങനെ ഒരാൾ ഇത് ഒറ്റ സ്ട്രെച്ച് പറഞ്ഞല്ലോ അടിപൊളിയായിരിക്കും. ഇങ്ങനെ ഒരാൾ സിറ്റിയിൽ കാണത്തില്ല. ആരാട്ടാ ഇങ്ങനെ ഒരാൾ സിറ്റി കാണത്തില്ല. ഇങ്ങനെ ഒരാൾ സിറ്റി കാണത്തില്ല. ആയതിനാൽ എന്റെ ക്യാരക്ടർ ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. പറ പറ പറ. എന്റെ ക്യാരക്ടർ വേണ്ട എന്റെ ക്യാരക്ടർ ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. പറടാ. കള്ളുവർക്കിൽ അരി ഏടാ പറടാ. ഞാൻ എന്റെ ക്യാരക്ടറോട് എൻഡ് ചെയ്യുകയാണ്. ഞാൻ എന്റെ ക്യാരക്ടറോട് എൻഡ് ചെയ്യുകയാണ്. ഞാൻ കാര്യം പറട്ടെ. കൊന്നോളെ നാരദ കൊന്നോളെ. നിനക്ക് ഞാനൊരു 10 വരെ എണ്ണും. എന്നെ കാശ് കൊടുക്കാം. 1 നമുക്ക് പൈസ എടുക്കാൻ പോവാ. വണ്ടി കയറി സ്വന്തം വണ്ടി പോലെയാണ്. നാരദ ഇനി വെളച്ചിലെടുത്ത അപ്പൊ തന്നെ കൊന്ന് കത്തിക്ക്. സിറ്റിയിൽ ആദ്യത്തെ ക്യാരക്ടർ നിന്റെ പോയി ആ ചേച്ചിയുടെ അടുത്ത് വെച്ചിട്ട് ലോണാ വല്ല അവിടെ കുനിഞ്ഞോടെ എങ്ങനെയാണെങ്കിൽ കാശ് വാങ്ങിട്ട് പോ. ചെല്ല് പൈസ വേണോ കൊടുക്കാൻ? അങ്ങനെ സർവർ ഡൗൺ ആണെന്ന്. നീ ഡൗൺ ആവും. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ നോക്കാം. ഞാനൊരു 10 വരെ എണ്ണും. 5 വരെ എണ്ണും. ഈ ഇതിന്റെ അടവൊക്കെ മാറ്റിയിട്ട് എടുക്കാൻ പോവാ. കൊറേ ചാൻസ് ആയേ നാരദ. ഇത് ലാസ്റ്റ് ചാൻസാ. കാശെടുത്ത് അതുപോലെ എന്റെ കൈ തന്നിട്ട് മര്യാദയ്ക്ക് വിട്ടോ. 2-3 സെക്കൻഡ് സമയം തരാൻ പറ്റും. ഇല്ല തരാൻ പറ്റൂല. നിങ്ങളെ മുന്നിൽ ഇങ്ങനെ നിൽക്കൂ. ആ ശരി. 1 2 3 സെക്കൻഡ് കഴിഞ്ഞ് എവിടെ എടാ യവനെ നമ്മള് ക്യാരക്ടർ ചെയ്യാൻ പോണേ. എടാ ഫുഡ് തരുടാ. നല്ല തുറക്ക. നല്ല ട്രൈ ചെയ്യടാ നാരദ. നടക്കൂലടാ നാരദ, നടക്കൂല. നീ വണ്ടി കേറിയാലും നീ ചാവും.
നീ വണ്ടി കയറി നീ ചാവും. പറഞ്ഞ പൂച്ച പൂച്ച അല്ല കുഴപ്പമില്ല, എനിക്ക് കുഴപ്പമില്ല. അല്ല എനിക്ക് കുഴപ്പമില്ല. നീ നീ ഞാൻ ടിന്റുവിനോട് ഒറ്റക്ക് സംസാരിക്കും. ടിന്റുവിന്റെ ആരി എനിക്കാണെങ്കിണ്ടല്ലോ. ഇതാരായിരുന്നു? അലക്സാണ്ടർ. എടാവനെ എടുത്ത് വണ്ടി കയറി. നാരദ അപ്പ എങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കെ നാരദ ശരിക്കും പറയണേ, ഇത് ശരിക്കും എൻ്റെ നിനക്കൊരവസരം തരാം. കുറെ അവസരം തന്നു നിനക്ക്. അഡ്മിനെ നമ്മളെ ഒന്ന് താഴെയോ. നമ്മള് ആളടുത്ത് ഒരു കാശിന്റെ കാര്യം പറഞ്ഞിട്ടേ ആളുടെ കയ്യിൽ കാശുണ്ട്, പക്ഷെ ആൾ തരുന്നില്ല. അപ്പൊ ഞങ്ങളത് പ്രോപ്പറായിട്ട് സംസാരിച്ച് അപ്പൊ ആളുടെ സമ്മതം എടുത്ത് ഇത് തന്നില്ലെങ്കിൽ ഇതായിരിക്കും പരിണിമ ഫലം എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞു. അപ്പൊ ആള് എല്ലാത്തിനും ഓക്കെ പറഞ്ഞു. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എൻഡ് ചെയ്ത് വിടല്ലേ? പിന്നെ കണ്ടോട്ടെ. ആ നാരദ ആരെല്ലാം കാണാണ്ടാ? ഒന്ന് ജീവിപ്പിക്കാവോ ഒന്ന്? അത് പിന്നെ ആ അവിടെ അല്ലടാ, താഴെ കുടിയിറങ്ങടാ. അവിടെ നില്ലേ ഇത്ര ചോദിക്കുന്നുള്ളൂ. അവസാനം ആരെങ്കിലും കാണുന്നു? അവസാനം ആരെങ്കിലും കാണണോ? അപ്പൊ നിന്റെ ഇതാണ് സംഭവം. നീ ഈ സിറ്റി നിന്നേക്കോ പോവാണ്. ഇത് നിന്നെ കൊണ്ടുവന്ന കാലൻ. അല്ല എന്ത് കാര്യത്തിനെന്നൊക്കെ നിന്റെ അടുത്ത് പറഞ്ഞു. നിനക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ നീ എടുത്തായി. വലിയ സംസാരം. വെയിറ്റ് ചെയ്യാം. മനസ്സിലായില്ല. ഒരു മിനിറ്റ് ദയവായിട്ട് ഒന്ന് ഇങ്ങനത്തെ കാര്യം പറയണം. എന്തോ കാര്യം പറയട്ടെ. വേണ്ട കാര്യം പറഞ്ഞു. കുട്ടാക്കാരല്ലേ കുട്ട സൂര്യ ഇൻഫർമേഷൻ കാതറി. സംസാരിച്ച് ഇത്ര സമയമുള്ളൂ നിനക്ക്. വാ. ആ അതെ വന്ന് വന്ന് കാര വന്നു. വാ പോവാ. ഒരു മിനിറ്റ്. ആ കേട്ടെ എന്റെ ഇനി നാരദൻ എന്ന് പറഞ്ഞ ആള് സിറ്റി ഇല്ലേ? നാരദന്റെ ക്യാരക്ടർ ഇവിടെ സമാപനം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നാരദൻ നമ്മുടെ സിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു അണ്ടിയും ചെയ്തിട്ടില്ല. ഇനിയും ഒന്നും ചെയ്യുമെന്നും തോന്നുന്നില്ല. ഭൂമിക്ക് ഭാരമായും എക്സാൻഡ് സിറ്റിക്ക് ഭാരമായും ഇങ്ങനെ ഒരു ആളെ ഞങ്ങൾക്ക് വേണ്ടതാനും. ആകയാൽ ഞങ്ങളുടെ കൂടെ ചെയ്ത തെറ്റിന് സ്വയമേൽ ഈ സിറ്റിയിൽ നിന്ന് വിട പറയുക എന്ന കൺസെന്റ് വാങ്ങിക്കൊണ്ട് നാരദൻ എന്നേക്കുമായി നാരദൻ എന്നുള്ള ക്യാരക്ടർ ഈ സിറ്റി വിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ ശരീരം ഞങ്ങൾ ഇവിടെ ബറി ചെയ്യുകയാണ്.